إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടൊന്നുപോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധമായ റമദാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടേറെ നന്മകൾ ചെയ്തുകൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇനി അവസാനത്തെ 10 നാം പ്രവേശിക്കാനിരിക്കുന്നത്. പകലുകളിൽ വികാരവിചാരങ്ങൾ നിയന്ത്രിച്ച് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് രാത്രിയിൽ ദീർഘനേരം തറാവീഹ് നമസ്കരിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും ദിക്റുകളിലും ദുആകളിലും മുഴുകി ദാനധർമ്മങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. സഹോദരങ്ങളെ, ജീവിതത്തിലെ അമൂല്യ നിധിയാണ് സമയം. അത് പരിശുദ്ധ റമദാനിലാകുമ്പോൾ അത് കൂടുതൽ വിലപ്പെട്ടതാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ
പറഞ്ഞതായി നമുക്ക് കാണാം. ഞാൻ ഒരു വിഭാഗം ആളുകളെ, സഹാബികളെ ദർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദീനാറിനോടും ദിർഹമിനോടും ഉള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം അവരുടെ സമയത്തിൻ്റെ കാര്യത്തിലായിരുന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ പരിശുദ്ധ റമദാനിലെ ദിവസങ്ങളിലെ ഓരോ സമയത്തെയും നന്മകൾക്കുള്ള അവസരത്തെയും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ റമദാൻ കൊണ്ട് നാം നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം മഗ്ഫിറത്ത്, പാപമോചനം തന്നെയാണ്. ഒരു റമദാൻ വന്നു കിട്ടിയിട്ട് പാപം പൊറുക്കപ്പെടാത്തവന് ശാപമുണ്ടെന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒരു വ്യക്തി റമദാൻ മാസത്തിൽ ജീവിച്ചിട്ട് തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പൊറുക്കലിനെ തേടുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകറ്റപ്പെടട്ടെ എന്ന മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകത തന്നെ അവിടുത്തെ ഓരോ ഇബാദത്തുകളും പാപമോചനമാണ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. പരിശുദ്ധമായ ഈ മാസത്തിൽ നോമ്പെടുത്താലും രാത്രിയിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചാലും നാം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അവസാനത്തെ 10 ഖദറിന്റെ രാവിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത്താണ്, പാപമോചനമാണ്. അതല്ലേ അവിടുന്ന് പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനം വക്തിസബൻ ഉഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ കാമ റമദാനൻ ഈമാനം വക്തിസബൻ ഉഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ കാമ ഫീ ലൈലത്തിൽ ഖദ്രി ഈമാനം വക്തിസബൻ ഉഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമുക്ക് സുപരിചിതമായ പ്രവാചകന്റെ വചനങ്ങളാ. ആരെങ്കിലും ഈമാനോടും പ്രതിഫലയേച്ഛയോടും കൂടി റമദാനിൽ വ്രതമനുഷ്ഠിച്ചാൽ, രാത്രിയിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചാൽ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചാലും അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നോമ്പും നമസ്കാരവും ഖിയാമുൽ ലൈലും എല്ലാം പാപമോചനവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. 5 നേരത്തെ നമസ്കാരത്തിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നത് പാപമോചനമാണ്. അസ്സലവാത്തുൽ ഹംസു വൽ ജുമഅത്തു ഇലൽ ജുമഅത്തി വ റമളാനു ഇലാ റമളാൻ മുകഫ്ഫറാത്തും മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിറ. അസ്സലവാത്തുൽ ഹംസ് 5 നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമഅത്തു ഇലൽ ജുമഅ ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരേക്കും, റമളാനു ഇലാ റമളാൻ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരേക്കും, മുകഫ്ഫറാത്തുൻ അവക്കിടയിലുള്ള പാപങ്ങളെ മായ്ച്ചു കളയുന്നു. അപ്പോ 5 നേരത്തെ നമസ്കാരങ്ങൾ ഒരു വഖത്ത് കഴിഞ്ഞ് അടുത്ത വഖത്ത് വരെയുള്ള അതിനിടയിലുള്ള പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുന്നു. ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു തരികയാണ്. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ആ ദിവസങ്ങൾ, ആ ഒരു വർഷത്തിനിടയിലെ പാപങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു തരികയാണ്. സഹോദരങ്ങളെ, ഏതു പാപങ്ങളാണ് അല്ലാഹു പുറത്തു തരുന്നത്? വൻ പാപങ്ങളല്ല, വൻ ദോഷങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറു പാപങ്ങളാണ് അല്ലാഹു പുറത്തു തരുന്നത്. അപ്പൊ നമ്മുടെ ഇബാദത്ത് കൊണ്ട് അല്ലാഹു പുറത്തു തരുന്നത് നമ്മുടെ ചെറുപാപങ്ങളാണ്. റഹ്മാനായ റബ്ബ് ചെറുപാപങ്ങളും വൻ പാപങ്ങളൊക്കെ നമുക്ക് പുറത്തു തന്നേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വൻ പാപങ്ങൾ ചെയ്താൽ, വൻ പാപങ്ങളാണ് എങ്കിൽ നമുക്കത് അല്ലാഹു പുറത്തു തരണമെങ്കിൽ തൗബ തന്നെ വേണം. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അല്ലാത്തവർക്ക് അല്ലാഹു പുറത്തു തരികയില്ല എന്ന കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് റമദാനിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും നാം നിർവഹിക്കേണ്ടതായ പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്തം? റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക, അവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. റമദാനിലാകുമ്പോൾ അതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഏതു ഘട്ടത്തിലും റഹ്മാനായ റബ്ബിങ്കലേക്ക് പാപമോചനത്തിനായി പ്രാർത്ഥിക്കാം. അവനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതല്ലേ അല്ലാഹു ഖുർആനിലൂടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ. എങ്ങനത്തെ തൗബ? തൗബത്തൻ നസൂഹാ. തൗബ ആത്മാർത്ഥമായിരിക്കണം, തൗബ നിഷ്കളങ്കമായിരിക്കണം. ആത്മാർത്ഥമായ തൗബയാണ് റബ്ബ് സ്വീകരിക്കുക. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത് ആത്മാർത്ഥമായ തൗബയാണ്. അള്ളാഹുവിന് മാത്രമേ നമ്മുടെ മനസ്സുകൾ അറിയുകയുള്ളൂ. മനസ്സിന്റെ വിനയം എങ്ങനെയാ, മനസ്സിന്റെ മടക്കം എങ്ങനെയാ, റബ്ബിനെ കുറിച്ചുള്ള ഭയം എങ്ങനെയാ, നമ്മുടെ പശ്ചാത്താപത്തിന്റെ മനസ്സ് എങ്ങനെയാ, അതൊക്കെ അറിയുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പാപമോചന പ്രാർത്ഥനകൾ, നമ്മുടെ തൗബ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായിരിക്കണം. നമ്മൾ കാപട്യത്തോടു കൂടിയാണോ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുന്നത്, ആ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവോട് നാം തൗബ ചെയ്തു മടങ്ങുന്നത്? അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എനിക്കിപ്പം തെറ്റ് ചെയ്യാനുള്ള അവസരമില്ല, അതുകൊണ്ട് ഞാനിതാ റബ്ബേ നിന്നോട് തൗബ ചെയ്തു മടങ്ങുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എനിക്ക് ഒരവസരം കിട്ടിയാൽ ഞാൻ ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങിപ്പോകും, ആ തിരിച്ചു പോകും എന്ന കാപട്യത്തിന്റെ മനസ്സോടുകൂടിയാണോ റബ്ബിങ്കലേക്ക് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നത്, തൗബ ചെയ്യുന്നത്? ആ തൗബ അള്ളാഹുവിന് ആവശ്യമില്ല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. റമദാൻ എന്നത് പ്രത്യേകം ഒരു തൗബയുടെ മാസമായതുകൊണ്ടല്ല, ഏത് കാലത്തും അനിവാര്യമാണ് റബ്ബിങ്കലേക്കുള്ള ഖേദിച്ചു മടങ്ങൽ. ഈ ഒരു മാസത്തിലാകുമ്പോ അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ മലർക്ക് തുറന്നിടപ്പെട്ട ഒരു മാസമാണല്ലോ റമദാൻ. ഇദാ ജാ റമദാനു ഫുതിഹതു അബ്വാബുൽ ജന്ന വ ഉല്ലിഖതു അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്തീൻ. അതേ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട, നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടപ്പെട്ട, അതേ പിശാചുക്കളെ അല്ലാഹു ചങ്ങലയ്ക്ക് ബന്ധിച്ച ഒരു മാസം എന്ന നിലയ്ക്ക് തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന പിശാചിന് ഇടപ്പെട്ട ഒരു മാസം എന്ന നിലയ്ക്ക് ഈ ഒരു മാസത്തിൽ കൂടുതൽ റബ്ബിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കണം. വളരെ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാ. ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ കിട്ടുമോ എന്നറിയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും നമ്മോടൊപ്പമില്ല. ഈ റമദാനിന്റെ ആദ്യത്തിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഇനി എത്ര ദിവസങ്ങൾ ഈ റമദാനെ വരവേറ്റുകൊണ്ട് ഈ റമദാനിൽ ഞാനും നിങ്ങളും കഴിച്ചു കൂട്ടുമെന്നറിയില്ല. അതേ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നാളേക്ക് എന്ന് ഇനി റമദാനിന്റെ ദിവസങ്ങൾ എന്നിലേക്ക് കടന്നു വരാനുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തൗബയെ, പശ്ചാത്താപത്തെ നമ്മൾ നീട്ടിവെക്കേണ്ടതില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ഖേദിച്ചു മടങ്ങുക. റമദാനിന്റെ 18-17 ദിനങ്ങൾ നമ്മളിലൂടെ കഴിഞ്ഞു പോയപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിങ്കലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട്, പടച്ചവനെ, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എനിക്ക് മാപ്പാക്കി തരണമേ എന്ന് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, കാരുണ്യത്തിന്റെ കവാടം നമുക്ക് തുറന്നിട്ട ഈ മാസത്തിൽ തൗബ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, നിരാശ വേണ്ട. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തെറ്റ് ചെയ്യാത്തവരോടല്ല പറയുന്നത്, തെറ്റുകൾ ആവർത്തിക്കുന്ന, തെറ്റുകൾ ചെയ്തു പോയ ആളുകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും ഒരാളും നിരാശപ്പെടേണ്ടതില്ല. ഖുൽ, നബിയേ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, തങ്ങളുടെ നഫ്സുകളോട്, തങ്ങളുടെ ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ച ആളുകളോട് പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്,
അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരാളും നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവൻ അല്ലാഹുവാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അയ്യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിനു മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് താഴ്മയോടുകൂടി മടങ്ങിക്കോ, അവന് കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സുമ്മലാ തുൻസറൂൻ, അല്ലാഹുവിന്റെ ശിക്ഷ എത്തിക്കഴിഞ്ഞാൽ, ആ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, സുമ്മലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല, നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള സമയം പിന്നീടില്ല. അതുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയ ആയുസ്സില്, കിട്ടാവുന്ന ദിനങ്ങളില്, കിട്ടാവുന്ന മണിക്കൂറുകളില് ചെയ്തുപോയ തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാനാണ് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, തെറ്റു ചെയ്യാത്തവരെ അല്ല, തെറ്റ് ചെയ്തവരോടാണ് അല്ലാഹു പറയുന്നത്. ഭാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈതട്ടാത്ത റബ്ബ പിന്നെയും ആരുണ്ടെനിക്ക് എൻ്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞ് കേഴണം വല്ലാതെ. അർത്ഥം വിശദീകരിക്കേണ്ടതില്ല. എത്ര നല്ല വരികളാണ്. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും നിന്റെ റബ്ബ് നിന്റെ കൈയൊരിക്കലും തട്ടിക്കളയുകയില്ല. ആ റബ്ബ് പക്ഷാതാപം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവനാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. തെമ്മാടിത്തം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടന്നുപോയിട്ടുണ്ട്. ഞാൻ എന്തു ചെയ്യുമെന്നൊരാളും നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അവന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ? എന്നോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളൊരാളും നിരാശരാവേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ ഖേദിച്ചു മടങ്ങേണ്ടത് ശിർക്കിൽ നിന്നാണ്. ഒരുപാട് ആളുകൾ ശിർക്കിൽ അകപ്പെട്ടു പോയവരാണ്. അല്ലാഹു കാണുന്നത് പോലെ കാണാനും, അവൻ കേൾക്കുന്നത് പോലെ കേൾക്കാനും, അവൻ അറിയുന്നത് പോലെ അറിയാനും അല്ലാഹുവല്ലാത്ത വ്യക്തികൾക്കും ശക്തികൾക്കും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവിന്റെ പടപ്പുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോട് ആദ്യമായി ഖേദിച്ചു മടങ്ങേണ്ടത് ശിർക്കിൽ നിന്നാണ്. അല്ലാഹു തൗബ സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി നമ്മൾ ഓരോരുത്തരും പരിപൂർണമായി ശിർക്കിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം. ഒരന്ധവിശ്വാസവും നമ്മുടെ മനസ്സിൽ നിലനിൽക്കാൻ പാടില്ല. യജമാനനായ റബ്ബിങ്കലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുമ്പോ മരണത്തിന്റെ സമയത്ത് വിലപിച്ചത് കൊണ്ടായില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് റബ്ബിനോട് നമ്മൾ ഖേദിച്ചു മടങ്ങുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. ഇസ്തിഗ്ഫാറും തൗബയും ഒന്നല്ല. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടും രണ്ടാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ, പാപമോചനത്തിന് പ്രാർത്ഥിച്ചോ. സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് നിങ്ങൾ അവനോട് തൗബ ചെയ്യുവീൻ. അപ്പൊ അല്ലാഹു തന്നെ വിശദീകരിക്കുന്നത് രണ്ടായിട്ടാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാ, പലപ്പോഴും നമ്മുടെ അസ്തഗ്ഫിറുല്ലാ അത് മനസ്സിൽ തട്ടിയല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ചുണ്ടിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നാണ് ഇസ്തിഗ്ഫാർ വരുന്നതെങ്കിൽ തൗബ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള തേട്ടമാണ്. അല്ലാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്നു, പടച്ചവനെ ആ തെറ്റിലേക്ക് ഞാൻ ഇനി ഒരിക്കലും മടങ്ങാൻ ഉദ്ദേശമില്ല എന്ന് മനസ്സറിഞ്ഞുകൊണ്ടാണ് തൗബ ചെയ്യുന്നത്. അതാണ് ഇസ്തിഗ്ഫാറും അതുപോലെ തൗബയും തമ്മിലുള്ള വ്യത്യാസം. തൗബത്തൻ നസൂഹാ, തൗബ നിഷ്കളങ്കമാണ്, ആത്മാർത്ഥമാണ്. പലപ്പോഴും പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ തൗബയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഒരു കാലം വരെ ജനങ്ങൾ മനസ്സിലാക്കിയത് തൗബ എന്ന് വെച്ചാൽ ആരോ എഴുതിയുണ്ടാക്കിയ ഒരു ഏട്, അതങ്ങനെ നിവർത്തി വെക്കുക, തമ്പുരാനെ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി വായിക്കുക, അതാണ് തൗബ എന്ന്. ഇപ്പോഴും
അത്തരം തൗബ കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത് തൗബയല്ല. തൗബ ഓരോരുത്തരും ചെയ്ത തെറ്റുകൾക്കനുസരിച്ചുകൊണ്ട് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബയുടെ ഭാഷാർത്ഥം മടക്കം എന്ന ശറഇൽ തൗബ കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹുവിലേക്ക് പരിപൂർണമായി പശ്ചാത്തപിച്ചു മടങ്ങുക. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്ന പ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മാത്രം പ്രത്യേക സംരക്ഷണമുള്ള പ്രവാചകന്മാരല്ലാത്ത ഒരാൾക്കും പാപസുരക്ഷിതത്വമില്ല. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ധാരാളം സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, മനുഷ്യന്റെ മുഖ്യശത്രുവായ പിശാച് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ കാത്തിരിക്കുകയാണ്. പൈശാചിക പ്രേരണകൾക്കും സ്വന്തം ദേഹേച്ഛകൾക്കും അടിമപ്പെടുമ്പോഴാണ് മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹുവിനെ ഓർത്ത് ആ തെറ്റിൽ നിന്ന് പിന്മാറുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ആണ് ചെയ്യേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ മക്കളൊക്കെ തെറ്റു ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവരാ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാ. നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളെ റബ്ബിനോട് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധിച്ചോ? ഇല്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അതിനായി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം. നമുക്കറിയാം, റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് അതേ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അവസാനത്തെ 10 പ്രതീക്ഷിക്കുമ്പോ ആ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, കൂലീനി പറഞ്ഞുകൊള്ളണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നിന്നോട് മാപ്പിനെ ഇരക്കൽ നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. സഹോദരങ്ങളെ, അവസാനത്തെ 10 പ്രാർത്ഥനയാ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അവസാനത്തെ 10 പ്രവേശിക്കാനിരിക്കുമ്പോ അവസാനത്തെ 10 നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് പാപമോചനത്തിനായുള്ള ഈ ഒരു പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് കരകളഞ്ഞ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കണം. മലിനമായ ഹൃദയത്തെ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയണം. വൃത്തിയും വെടിപ്പുമുള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെയും. അതെ, വൃത്തിയുള്ളവരെയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ കണ്ടുമുട്ടുമ്പോ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ കറകളഞ്ഞ നിഷ്കളങ്കമായ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നമ്മുടെ സമ്പത്തുക്കളോ സമ്പാദ്യമോ നമ്മുടെ മക്കളോ ഉപകരിക്കാത്ത ആ ദിവസം
ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ശാന്തിയണഞ്ഞ നിഷ്കളങ്കമായ ആ മനസ്സുമായി ഹൃദയവുമായി ആരാണോ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമാണ് വിജയമുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പും നമസ്കാരവും മറ്റുള്ള എല്ലാ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا. ربنا إنك رؤوف رحيم.